വടിയും കൊണ്ട് എന്താവും അപ്പൊ പരിപാടി? സ്റ്റാർ. ഓക്കെ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാമെന്ന് എൻ്റെ കെട്ടിയോൻ പറഞ്ഞു. സോ അതിനുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്റ്റാർ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഈ സ്റ്റാറിൻ്റെ ഫുൾ ഐഡിയ ജോയുടെ വകയാണ്. സോ ഇതെല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സ്റ്റാർ ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായി കാണുമെന്ന് കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. സെയിം അളവിലുള്ള 6 പീസാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. ഈ 6 പീസ് ചേർത്ത് 2 ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കി അത് ഒരുമിച്ച് ജോയിൻ ചെയ്ത് സ്റ്റാർ ഉണ്ടാക്കാനാണ് പുള്ളിയുടെ ഐഡിയ. അങ്ങനെ കുറച്ച് നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ 2 ട്രയാങ്കിൾ ഷേപ്പ് ഓക്കെ ആക്കി. ഇനി രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങളൊരു മോഡൽ നോക്കി. സോ ഇനി ഇത് ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്ത് കയറ്റണം. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സ്ക്രൂ ചെയ്യുന്ന കണ്ടപ്പോൾ ആവേശം മൂത്ത് ഞാനും ഇറങ്ങി തിരിച്ചു. ഇതിങ്ങനെയൊന്നും അല്ലടാ, ശക്തിയായിട്ട് കേട്ടു മരത്തിന് നോവുന്നില്ല. കുറെ പരിശ്രമിച്ച് കുറെ പാളിപ്പോയി അവസാനം ആ ഒരു നാക്ക് എൻ്റെ കയ്യിൽ വന്നു. അങ്ങനെ ഞാനും പയ്യെ 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 സ്ക്രൂ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഈ പരിപാടി കുറച്ച് നീണ്ടുപോയിട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ ഒരു നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവസാനത്തെ സ്ക്രൂവും ഫിറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർ റെഡി. ഇനി കുറച്ച് അലങ്കോല പണി കൂടി ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ സ്റ്റാർ മുടുക്കനായി. അതിനായിട്ട് നമ്മുടെ ആ പച്ച തോരണമില്ലേ, അതാണ് സ്റ്റാറിൽ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുന്നത്. അത് പിന്നെ നമ്മൾ ബ്രോഡ്വേന്ന് വാങ്ങിച്ചു. സംഭവം ഒരു ലോങ് പ്രോസസ്സായിരുന്നു. ഒറ്റക്ക് നിന്നാൽ തീരില്ലെന്നറിയാവുന്നതുകൊണ്ട് ആൾ തന്നെ രംഗത്തിറങ്ങി. പിന്നെ എല്ലാം ശടപടേന്നായി. ദെൻ അവർ സ്റ്റാർ ഇസ് റെഡി. സത്യം പറഞ്ഞാൽ ഈ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തെ പരിശ്രമങ്ങൾ എൻ്റെ പുറകെ വേണ്ടി വന്നു. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ട് ഈ ഒരു സ്റ്റാർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ പരിശ്രമമെല്ലാം വളരെ വേർത്തിട്ടാണെന്ന് തോന്നി. പുള്ളിക്കാരൻ എങ്ങനെയാണോ മനസ്സിൽ കണ്ടത് ആ രീതിയിലേക്കാണ് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സോ വി ആർ ഹാപ്പി. ഇനി നമ്മുടെ സ്റ്റാർ ഒന്നുകൂടെ കളറാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ലൈറ്റ്സ് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ബ്രോഡ്വേന്ന് തന്നെ ഏകദേശം 70 മീറ്ററോളം നീളം വരുന്ന ഒരു യെല്ലോ വാം ലൈറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇനി ലൈറ്റ് വെറ്റാം. അങ്ങനെ ഒരു ലോങ് പ്രോസസ്സിലൂടെ നമ്മുടെ സ്റ്റാറിൻ്റെ ലൈറ്റ്സ് എല്ലാം ചുറ്റിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ദെൻ ലൈറ്റ്സ് ഓൺ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും അങ്ങേ അപ്പുറത്തായിരുന്നു നമുക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട്. ഇറ്റ്സ് സൂപ്പർബ്.